സ്തംഭനാവസ്ഥയും നിശ്ചലാവസ്ഥയും ഞങ്ങൾ ഈ പദ്ധതിയിലൂടെ ആക്രമിക്കും. With this one move. ഈ ഒറ്റ പദ്ധതി കൊണ്ട് ഈ 3 കാര്യങ്ങളാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നത്. And we are confident it will transform the state of Kerala. ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് അത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയും കേരളം എന്ന സംസ്ഥാനത്തെയും വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. Now I would like to speak about Wayanad. ഇപ്പോൾ ഞാൻ നിങ്ങളോട് വയനാടിനെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. Because for me there are 2 elections taking place in Kerala today. എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇന്ന് 2 തെരഞ്ഞെടുപ്പുകളാണ് നടക്കുന്നത്. We need to win them both. ആ 2 തെരഞ്ഞെടുപ്പുകളും നമുക്ക് ജയിച്ചേ പറ്റൂ. And I'm going to explain why. ഞാൻ നിങ്ങളോട് വിശദമാക്കാൻ പോവുകയാണ് എന്തുകൊണ്ടാണെന്നുള്ളത്. The first election is for the government of Kerala. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ ഗവൺമെന്റിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. And the second election is for the future of Wayanad. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വയനാടിന്റെ ഭാവിക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ്. For me both those are important, equally important. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 2 കാര്യങ്ങളും തുല്യ പ്രാധാന്യമുള്ളവയാണ്. Because of course I want to defeat the ideology of violence in Kerala. കാരണം തീർച്ചയായിട്ടും എനിക്ക് കേരളത്തിലെ അക്രമത്തിന്റെ പ്രത്യയശാസ്ത്രത്തെ പരാജയപ്പെടുത്തണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. But I have also been given a responsibility by you. അതുമാത്രമല്ല നിങ്ങൾ എനിക്ക് നൽകിയ ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. There are certain critical things that Wayanad needs done. വയനാട്ടിൽ ചെയ്യേണ്ടതായ വളരെ പ്രധാനപ്പെട്ട ചെയ്തു തീർക്കേണ്ടതായ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. There is the issue of the buffer zone. ബഫർ സോണിന്റെ പ്രശ്നമുണ്ട് ഇവിടെ. There is the issue of the medical college. മെഡിക്കൽ കോളേജിന്റെ പ്രശ്നമുണ്ട്. There is the man-animal conflict issue. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന്റെ മറ്റൊരു പ്രശ്നമുണ്ട്. So these are critical issues for the future of Wayanad. വയനാടിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഇവയോരോന്നും. And we cannot get these done unless we have a government in Kerala. ഈ കാര്യങ്ങൾ വയനാടിന്റെ ഭാവിയെ ബാധിക്കുന്ന ഈ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കേരളത്തിൽ നമുക്കൊരു ഗവൺമെന്റ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. And so we need full support of the people of Wayanad to win maximum seats here so we can get this work done. അതുകൊണ്ട് നിങ്ങളുടെ വയനാട്ടിലെ ആളുകളിൽ നിന്ന് ഇവിടെ നിന്ന് നമുക്ക് കിട്ടാവുന്ന കഴിവിന്റെ പരമാവധി നിയോജക മണ്ഡലങ്ങളിൽ സീറ്റുകളിൽ നിന്ന് സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാനുള്ള നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. And that is why I have come here for support for Siddique ji. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ശ്രീ സിദ്ദിഖ് ജിക്ക് പിന്തുണയുമായി നിങ്ങളുടെ മുൻപിൽ എത്തിയിട്ടുള്ളത്. But we are not going to be content by just solving these 2 or 3 so-called emergency problems. ഞങ്ങൾ ഈ നേരത്തെ പറഞ്ഞ 3-4 വളരെയധികം അടിയന്തര ശ്രദ്ധയുള്ള ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് കൊണ്ട് മാത്രം ഞങ്ങൾ തൃപ്തരാകാൻ പോകുന്നില്ല. We have serious medical issues among our tribals. നമ്മളുടെ ആദിവാസികൾക്ക് വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അവരുടെ ഇടയിലുണ്ട്. We have serious economic issues with regards to the tribals. നമ്മുടെ ആദിവാസികളുടെ ഇടയിൽ വളരെ ഗുരുതരമായ സാമ്പത്തിക പ്രശ്നങ്ങളുമുണ്ട്. Our small farmers are struggling. നമ്മുടെ ചെറുകിട കർഷകർ വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. There are 3 new criminal agricultural laws that the Prime Minister has passed. നമ്മുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്ത് നടപ്പിലാക്കിയ 3 ക്രിമിനൽ കുറ്റങ്ങളായ 3 കാർഷിക നിയമങ്ങളുണ്ട്. That we have to defend against. ഇതിനെതിരെ നമുക്ക് പ്രതിഷേധിക്കേണ്ടതും പ്രതിരോധിക്കേണ്ടതുമായിട്ടുണ്ട്. But for me the most important thing is to reclaim the idea of Wayanad. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വയനാട് എന്ന ആശയത്തെ തിരിച്ചു പിടിക്കുക, തിരിച്ചവകാശപ്പെടുക എന്നതാണ് എനിക്ക് ഏറ്റവും പ്രധാനം. If you remember, this place has a global significance. നിങ്ങൾക്കറിയാമെങ്കിൽ വയനാട് എന്ന് പറയുന്ന ഈ പ്രദേശത്തിന് വളരെയധികം അന്താരാഷ്ട്ര ലോക നിലവാരത്തിലുള്ള ലോകതലത്തിലുള്ള ഒരു പ്രസക്തിയും പ്രാധാന്യവുമുണ്ട്. This place does not just have a significance for Kerala, it has a significance for India and for the rest of the world. വയനാട് എന്ന് പറയുന്ന പ്രദേശം കേരളത്തിൽ മാത്രമല്ല വയനാടിന് പ്രസക്തിയുള്ളത്, വയനാടിന് ഇന്ത്യയിൽ വളരെ പ്രസക്തിയുണ്ട്. അതുപോലെ തന്നെ ആഗോള തലത്തിലും വയനാടിന് വളരെയധികം പ്രസക്തിയും പ്രാധാന്യവുമുണ്ട്. You used to be the spice capital of the world. There is no reason you should not be the spice capital of the world again. ലോകത്തെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ തലസ്ഥാനമായിരുന്നു വയനാട്. ഇനിയും ലോകത്തെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ തലസ്ഥാനമായി മാറാതിരിക്കാൻ മറ്റൊരു കാരണവും വയനാടിന് ഇനിയില്ല. And so we have to work together to ensure that these things happen.
അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം. ഈ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനായി നമ്മൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. You know what the left front has done with regards to these critical problems. ഈ നിർണായകമായ പ്രശ്നങ്ങളുമായി അനുബന്ധിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാം. We've been asking for a medical college for 5 years now. 5 വർഷങ്ങളായി ഞങ്ങൾ വയനാട്ടിൽ ഒരു മെഡിക്കൽ കോളേജിന് ഈ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. And just a few days ago they've put a board over there saying that they've given us a medical college. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവരവരുടെ ബോർഡ് വെച്ചിട്ട് പറയുകയാണ് നമ്മൾക്കൊരു മെഡിക്കൽ കോളേജ് തന്നു എന്ന്. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. We don't want a board. We want a medical college. ഞങ്ങൾക്ക് വേണ്ടത് വെറും ഒരു ബോർഡല്ല, ഞങ്ങൾക്ക് വേണ്ടത് ഒരു മെഡിക്കൽ കോളേജാണ്. If boards were medical colleges, we could put medical colleges throughout Wayanad anywhere we wanted. We don't need the help of the left front. മെഡിക്കൽ കോളേജിന് പകരം ബോർഡ് വെക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് വയനാട്ടിൽ മുഴുവൻ മെഡിക്കൽ കോളേജുകളുടെ ബോർഡ് വെക്കാം. അതിന് ഈ ഗവൺമെന്റിന്റെ സഹായം ഞങ്ങൾക്ക് I ആവശ്യമില്ല. can put 50, 100, 200 boards wherever you want if that is the problem. ബോർഡുകൾ വെക്കുന്നതാണ് പ്രശ്നമെങ്കിൽ 50, 100, 200 ബോർഡുകൾ എവിടെ വേണമെങ്കിലും വെക്കാം. അതാണ് പ്രശ്നമെങ്കിൽ We want a super speciality medical college where all our people can be treated with respect. നമ്മൾക്ക് വേണ്ടത്, വയനാടിന് വേണ്ടത് നമ്മുടെ ഇവിടുത്തെ എല്ലാ ആളുകളെയും ബഹുമാനത്തോടു കൂടി ചികിത്സിക്കുന്ന ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജാണ്. And for 5 years you've been making some excuse or the other. 5 വർഷങ്ങളായിട്ട് ഇത് നടക്കുന്നില്ല, ഒരു കാരണം അല്ലെങ്കിൽ മറ്റൊരു കാരണം കൊണ്ട്. Suddenly we hear about this buffer zone. പെട്ടെന്ന് നമ്മൾ ബഫർ സോണുകളെ പറ്റി കേൾക്കുന്നു. We ask in Lok Sabha about this buffer zone and we are told that the left front government has done it. ലോക്സഭയിൽ ഈ ബഫർ സോണിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ മറുപടി ഇതാണ്, ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് അത് ചെയ്തതെന്ന്. These are devastating for the future of Wayanad. ഇത് വയനാടിന്റെ ഭാവിക്ക് വളരെയധികം നാശമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. And we cannot keep waiting for this to happen. ഇത് നടക്കാൻ നമുക്ക് കാത്തിരിക്കാൻ പറ്റില്ല നമുക്ക്. We have to take the matter into our own hands and we have to ensure that it is done over the next 5 years. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നമ്മളുടെ കയ്യിലേക്ക് എടുക്കണം. എന്നിട്ട് നമ്മൾക്ക് അടുത്ത 5 വർഷങ്ങൾക്കുള്ളിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നടപ്പിലാകുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യണം. I'm not an MLA, I'm not going to be an MLA in the Vidhan Sabha, but I do have a little bit of ability to influence the UDF government. ഞാൻ ഇവിടുത്തെ അസംബ്ലിയിൽ ഒരു MLA ആകാൻ പോകുന്നില്ല, പക്ഷേ ഇവിടുത്തെ UDF ഗവൺമെന്റിനെ സ്വാധീനിക്കാനുള്ള ഒരു കഴിവും എനിക്കുണ്ട്. And I will use that ability to make sure that our problems here are solved. കേരളത്തിലെ UDF ഗവൺമെന്റിനെ സ്വാധീനിക്കാനുള്ള എൻ്റെ കഴിവ് ഉപയോഗിച്ച് ഞാൻ ഉറപ്പ് നൽകും, വയനാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് കഴിയുമെന്ന ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. That is why it is very important that we win every single seat here. അതുകൊണ്ടാണ് ഇവിടുത്തെ വയനാട്ടിലെ ഓരോ സീറ്റും നമ്മൾ ജയിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. Because then I will be able to say Wayanad supported the UDF 100%, so you have to do what we need. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ശക്തിയോടുകൂടെ പറയാൻ സാധിക്കും 100% വയനാട്ടിലെ ആളുകൾ UDFനെ സപ്പോർട്ട് ചെയ്തു, അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ചെയ്തു തന്നേ പറ്റൂ എന്ന് എനിക്ക് ശക്തമായി പറയാൻ സാധിക്കും. So that is why I have come here. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. You understand the situation in the country. I don't need to get into it beyond a certain amount, but you understand the type of division and hatred that is being spread in the country by these ideologies. നിങ്ങൾക്ക് ഈ രാജ്യത്ത് നടക്കുന്ന അവസ്ഥ എന്താണെന്ന് അറിയാം. ഈ രാജ്യത്തെ പല പ്രത്യയ ശാസ്ത്രങ്ങളും ജനങ്ങളുടെ ഇടയിൽ വിഭജനവും വിദ്വേഷവും വളർത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. അതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. Our own candidate has been attacked by the left. നമ്മുടെ ഇതേ സ്ഥാനാർത്ഥി അദ്ദേഹം ഇടതുപക്ഷ ഗവൺമെന്റ് അദ്ദേഹത്തെ ആക്രമിച്ചിട്ടുണ്ട്, ഇടതുപക്ഷം അദ്ദേഹത്തെ ആക്രമിച്ചിട്ടുണ്ട്. And we don't believe in this ideology of hatred and violence that both the left and the RSS believe in. BJPയും RSSും വിശ്വസിക്കുന്ന അക്രമത്തിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയത്തിലും പ്രത്യയശാസ്ത്രത്തിലും നമ്മൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. We believe that we can succeed with non-violence, love and affection. നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾക്ക് അഹിംസയിലൂടെ, സ്നേഹത്തിലൂടെ, ജനങ്ങളോടുള്ള ഇഷ്ടത്തിലൂടെ നമ്മൾക്ക് വിജയിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. We don't believe that we need to kill people in order to give tribal people safe access to water. ഞങ്ങൾ വിശ്വസിക്കുന്നില്ല മറ്റുള്ളവരെ ഇല്ലാതാക്കിക്കൊണ്ട് കൊലപാതകം ചെയ്തുകൊണ്ടാണ് ആളുകൾക്ക് ഔദാര്യങ്ങൾ ഉണ്ടാക്കേണ്ടതെന്നും പ്രയോജനം ഉണ്ടാക്കേണ്ടതെന്നും ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. Or beat people in order to get
a medical college. ഒരു മെഡിക്കൽ കോളേജ് കിട്ടുന്നതിന് വേണ്ടി ആദിവാസികൾക്ക് വെള്ളത്തിനുള്ള അവകാശം നൽകുന്നതിന് വേണ്ടി ആളുകളെ കൊല്ലണമെന്നും മർദ്ദിക്കണമെന്നും ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. We are convinced that we can carry everybody and bring a solution that everybody is happy with. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്, എല്ലാവരെയും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് എല്ലാവർക്കും കൂടി പ്രയോജനപ്രദമായ എല്ലാവർക്കും താല്പര്യമുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. It is always a pleasure for me to come here, meet you, discuss your problems with you and help you resolve them. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലായ്പ്പോഴും ഇവിടെ വരുന്നത്, നിങ്ങളെ കാണുന്നത്, നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത്, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന ഒരു വസ്തുതയാണ്. And ever since I've come here, you have treated me like your family. ഞാൻ എന്ന് മുതൽ ഈ വയനാട്ടിൽ വന്നോ അന്നു മുതൽ നിങ്ങൾ എന്നെ നിങ്ങളുടെ കുടുംബം പോലെയാണ് എന്നെ കാണുന്നതും എന്നോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. And so as a family member, it is my duty to help you and work with you. അതുകൊണ്ട് നിങ്ങളുടെ ഒരു കുടുംബാംഗം എന്ന നിലയിൽ നിങ്ങളോട് സഹായിക്കുക, നിങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു And I'm looking forward to the day that we inaugurate our medical college and the day that we resolve some of these issues that have been disturbing you, upsetting you for many years. അതുകൊണ്ട് നമ്മുടെ വയനാട്ടിൽ ഈ മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്യുന്ന ദിവസത്തിലേക്ക്, അതുപോലെ വളരെ നാളുകളായി നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളുടെയും പരിഹാരം കാണുന്ന ഒരു ദിവസത്തിലേക്ക് ഞാൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. Thank you very much. വളരെയധികം നന്ദി. Thank you.